السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയങ്കരനായ അധ്യക്ഷൻ ദാറുൽ ഹുദ വൈസ് ചാൻസലർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദി അവർ, ആദരണീയനായ പി കെ കുഞ്ഞാലൂർ സാഹിബ് അവരുടെ, പ്രിയപ്പെട്ട ഡോക്ടർ യു മുഹമ്മദ് ഷാഫിയാജി അവർ, സാദിം ടി അബ്ദുൽ അവരുടെ, വേദിയിൽ സന്നിഹിതരായ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഉസ്താദുമാർ, മറ്റു ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദാറുൽ ഹുദയുടെ വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ദാറുൽ ഹുദയുടെ 4 പതിറ്റാണ്ട് തികക്കപ്പെടുന്ന ആഘോഷങ്ങൾ, റൂബി ജൂബിലി, അതിൻ്റെ പ്രചാരണവും നേതൃസ്മൃതി സംഘവുമാണല്ലോ ഇവിടെ നടക്കുന്നത്. പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഉസ്താദുകളുടെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇത് സംബന്ധമായി ദാറുൽ ഹുദയുടെ ചരിത്രം, അതിൻ്റെ ഭാവി, അതുപോലെ തന്നെ അതിൻ്റെ വർത്തമാനം ആധികാരികമായിട്ട് തന്നെ ഇവിടെ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരികയുണ്ടായി. 4 പതിറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യം അതൊരു സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം എന്നതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിന് നൽകിയിട്ടുള്ള പ്രതീക്ഷയാണ് നമുക്ക് ദാറുൽ ഹുദയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ വരുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ, പ്രതീക്ഷ അസ്തമിച്ച ഒരു സമൂഹത്തിന് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ സമ്മാനിക്കുക എന്നുള്ളത് അത് ഒരു ചെറിയ കാര്യമല്ല. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മയും ഒറ്റപ്പെടലും അവഗണനയും സ്വാതന്ത്ര്യപൂർവ കാലഘട്ടത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാം കേവലം സ്വപ്നം മാത്രമായിരുന്നു. അത്രക്കേറെ അടിച്ചമർത്തപ്പെട്ടു. രോഗങ്ങൾ കൊണ്ട് വളരെ വിഷമം അനുഭവിച്ചു. കോളറ പോലെയുള്ള ദുരന്തങ്ങൾ ആഞ്ഞുവീശിയ ഒരു കാലഘട്ടം. ഒരുപാട് അനാഥത്വങ്ങൾ അന്നുണ്ടായി. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ തോക്കിനും അവരുടെ പീരങ്കിക്കും അവരുടെ കൂട്ടടികൾക്കും അവരുടെ ചവിട്ടിനും കുത്തിനും, അതും കഴിഞ്ഞ് അവരുടെ നാടുകടത്തലും, ഇതെല്ലാമായി ഒറ്റപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഭാവി എന്നുള്ളത് ഇരുളടഞ്ഞ ഒന്നായിരുന്നു. ആ ഇരുളിനെ പകഞ്ഞു മാറ്റി അവർക്ക് പ്രതീക്ഷയുടെ വെളിച്ചം പകർന്നു കൊടുക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിലെ പ്രാസ്ഥാനിക നായകന്മാരുടെ ചുമതലയായിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള അസ്തിത്വം നമുക്ക് ഇവിടെ ഉണ്ടായപ്പോൾ ആ രാഷ്ട്രീയ അസ്തിത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന പൈതൃകമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സമൂഹത്തിൻ്റെ ഇരുളകറ്റുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയും ചരിത്രവുമാണല്ലോ. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള ചരിത്ര മുഹൂർത്തങ്ങൾ. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള അസ്തിത്വം ഉണ്ടായി. അതേപോലെ തന്നെ ഇവിടുത്തെ ആത്മീയ ചൈതന്യത്തിൻ്റെ നവോത്ഥാന ശില്പികൾ അവരും ഇവിടെ പ്രവർത്തിച്ചു. മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങി, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങി അവരൊക്കെ രൂപം കൊടുത്തത് അത് സംസ്ഥയുടെ ആധികാരികമായിട്ടുള്ള പണ്ഡിത ശീലങ്ങളിലൂടെ അത് മുന്നോട്ട് പ്രവഹിച്ചപ്പോൾ അതോടൊപ്പം രാഷ്ട്രീയമായിട്ടുള്ള അസ്തിത്വം, അധികാരത്തിൻ്റെ തണലുപയോഗിച്ച് പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്കും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്കും ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായി അവരുടെ ആശകൾ പൂർത്തീകരിച്ചപ്പോൾ, അവരുടെ ആശങ്കകൾ പരിഹരിച്ചപ്പോൾ അതുണ്ടാക്കിയ മാറ്റം, അത് ദാറുൽ ഹുദയുടെ രൂപീകരണം ആ മേഖലയിൽ ഒരു വലിയ മാതൃകയായി
ഒരു ടവറിങ് പേഴ്സണാലിറ്റിയായി. ചില മഹാന്മാരുടെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ടവറിങ് പേഴ്സണാലിറ്റി. ഇവിടെ പ്രാസ്ഥാനികമായിട്ടുള്ള മേഖലയിൽ പരിശോധിക്കുമ്പോൾ ദാറുൽ ഹുദ എന്നുള്ളത് ഒരു ടവറിങ് പേഴ്സണാലിറ്റിയാണ്. അത് വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ ആ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ലൈറ്റ് ഹൗസായിട്ടാണ് കേരളത്തിലെ ആധുനികമായിട്ടുള്ള മുസ്ലിം നവോത്ഥാനം. അത് ദാറുൽ ഹുദ എന്ന ലൈറ്റ് ഹൗസിലൂടെ പ്രസരിക്കുന്ന പ്രകാശം, അതാണ് ഇന്ന് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രകാശത്തിലൂടെയാണ് നമുക്കിന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട ബഹദൂർ ഉസ്താദ് അവരുടെ അഭിമാനകരമായിട്ട് തന്നെ അത് ഇവിടെ സൂചിപ്പിച്ചു. ലോകത്തെ ഏത് രാജ്യത്ത് പോയി നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ദാറുൽ ഹുദയുടെ സന്തതികളുടെ സാന്നിധ്യം കാണാൻ പറ്റും. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്ക് ആസ്ഥാനത്ത് പോയിരുന്നു, സിലിക്കൺ വാലിയിൽ പോയിരുന്നു. ഫേസ്ബുക്ക് ആസ്ഥാനമുണ്ട്, ഗൂഗിളിൻ്റെ ആസ്ഥാനമുണ്ട്, ആപ്പിളിൻ്റെ ആസ്ഥാനമുണ്ട്. അവിടെയൊക്കെ നമ്മുടെ സന്തതികൾ, ദാറുൽ ഹുദയുടെ സന്തതികൾ അവിടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരായി വർക്ക് ചെയ്യുന്നുമുണ്ട്. അമേരിക്കനിലെ വെർലി യൂണിവേഴ്സിറ്റി ഉണ്ട്. വളരെ പ്രയാസമാണ് അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. ഇന്ത്യയിൽ നിന്ന് തന്നെ വളരെ അപൂർവമായിട്ടാണ് ഒരു കുട്ടികൾ കിട്ടുക. കേരളത്തിൽ നിന്ന് തീരെ കിട്ടാറില്ല. അവിടെ 2 ഹുദവികളെ നമുക്കിവിടെ കാണുവാൻ സാധിച്ചു. ഒരു വാഫിയും ഒരു ഹുദവിയും ഇവിടെ അഡ്മിഷൻ നേടിയത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അത് വ്യവസ്ഥാപിതമായ കാലോചിതമായ രീതിയിലുള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാണ്. അതല്ലാതെ മുൻകാലങ്ങളിൽ പോലെ ആ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞുകൊണ്ടാണ് ഇരുന്നതെങ്കിൽ ഇപ്പോഴും നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നമ്മുടെ സഹോദരങ്ങളെപ്പോലെ പ്രയാസപ്പെടുമായിരുന്നു. ഇവിടെ നമുക്കതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാക്കുവാൻ കഴിയും. ഇവിടെ നല്ലൊരു അസ്തിത്വത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയും. ആ അസ്തിത്വം നിലനിൽപ്പിൻ്റേതായ അസ്തിത്വമാണ്. അത് ഒരു സ്പിരിച്വൽ എക്സിസ്റ്റൻസ് മാത്രമല്ല. സമസ്ത ഉണ്ടാക്കിയതാണ്. സ്പിരിച്വൽ എക്സിസ്റ്റൻസ് നമുക്ക് ഉണ്ടാക്കി തന്നു എന്നതുപോലെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കുവാൻ കഴിയും, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ കഴിയും. അത് രണ്ടും യോജിച്ചപ്പോൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ദാറുൽ ഹുദ കടന്നു വന്നതിന് ശേഷം പിന്നെ ഒരുപാട് ആ വഴി പിന്തുടർന്നുകൊണ്ട് ആദ്യം ജാമിയ നൂരിയ, ഉമ്മുൽ മദാരിസ് എന്നറിയപ്പെടുന്ന ജാമിയ നൂരിയ, വെള്ളൂർ ബാഖിയാത്തിന് ശേഷം അത് ദക്ഷിണേന്ത്യയിൽ ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു. പിന്നെ ജാമിയ നൂരിയയ്ക്ക് ശേഷം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ മത പാണ്ഡിത്യ മേഖലയിൽ നിരവധി ബിരുദങ്ങൾ കൊടുക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. ആ സ്ഥാപനങ്ങളുടെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ എന്നാൽ അതോടൊപ്പം ഇൽമുൽ ഹാൽ, കാലികമായിട്ടുള്ള വിദ്യാഭ്യാസം, അതിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ചരിത്രവും പൊളിറ്റിക്സും ജേർണലിസവും രാഷ്ട്രതന്ത്രജ്ഞതയും സോഷ്യൽ സയൻസും സോഷ്യൽ സൈക്കോളജിയും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള സിലബസ്, ആ സിലബസിലൂടെ ദാറുൽ ഹുദ അത്ഭുതം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടെയൊക്കെയുള്ള സിലബസുകളോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള സിലബസ്, ആ സിലബസാണ് 12 വർഷത്തെ വിദ്യാഭ്യാസത്തിലൂടെ ദാറുൽ ഹുദ പുതിയ തലമുറക്ക് സമ്മാനിച്ചത്. ഭാഷാ നൈപുണ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന മേഖലകളിൽ അത് സ്കിൽ ഡെവലപ്മെൻറ്റ് അവർക്കുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ഗവേഷണ സാധ്യതകളിലേക്ക് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു.
ലോകത്തിൻ്റെ എഡ്യൂക്കേഷൻ ഹബ്ബ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവർ ചെന്നെത്തുന്നുണ്ട്. അതിൽ ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, ഓരോ വൻകരയിലുമുള്ള വിദ്യാഭ്യാസ ഡെസ്റ്റിനേഷനുകളിൽ ദാറുൽ ഹുദയുടെ സന്തതികളിലെത്തി അവിടുത്തെ ഏറ്റവും നവീനമായ വിദ്യാഭ്യാസത്തെ അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അതിൻ്റെ 40ാം വാർഷികമാണ്, റൂബി ജൂബിലിയാണ് നമ്മളിവിടെ ആഘോഷിക്കുവാൻ പോകുന്നത്. ദാറുൽ ഹുദയുടെ അത് വിഭാവനം ചെയ്യുന്ന സംസ്കാരവും തന്നെയാണല്ലോ, ഐക്യത്തിൻ്റെ സംസ്കാരമാണ്. അതായത് ഏത് മേഖലയിലും ബുദ്ധിപൂർവം കാര്യങ്ങളെ സമീപിക്കുന്നതിൻ്റെ സാംസ്കാരിക ബോധമാണ്. എഡ്യൂക്കേഷണൽ എന്നതോടൊപ്പം തന്നെ ഇൻ്റലക്ച്വൽ ടീമും അവർ പഠിക്കുന്നു, മനസ്സിലാക്കും. ബുദ്ധിയെ മരവിപ്പിക്കാനല്ല അവർ ശ്രമിക്കുന്നത്, ബുദ്ധിയെ വീണ്ടും വീണ്ടും ചൂട് പിടിപ്പിക്കുവാനാണ് ദാറുൽ ഹുദയിലെ സന്തതികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിയെ മരവിപ്പിച്ചിടുക എന്നുള്ളത് അത് ഫാഷിസ്റ്റുകളുടെ തന്ത്രമാണ്. എന്നതുപോലെ തന്നെ അത് ലോകതലത്തിലുള്ള മുതലാളിത്ത സമൂഹത്തിൻ്റെ, ക്യാപിറ്റലിസത്തിൻ്റെ ഒരു രീതിയാണത്. സമൂഹത്തിലെ ബുദ്ധിയെ ഫ്രീസ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ടും അവർ കൊടുക്കുന്ന വിജ്ഞാനം എന്താണോ, അവർ കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രം പഠിക്കുക, പ്രചരിപ്പിക്കുക. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ അതല്ലല്ലോ ആവശ്യം. ഫ്രോസൺ സംസ്കാരമല്ല പുതിയ കാലത്തിൽ ആവശ്യം. ഇപ്പം നമ്മളിപ്പോൾ തെരുവിലൂടെ സഞ്ചരിച്ചാൽ കാണാൻ പറ്റുമല്ലോ, ഫാസ്റ്റ് ഫുഡാണ്, അപ്പോഴപ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഫ്രോസൺ കാര്യങ്ങളെ ഭക്ഷണത്തിലായാലും ചിന്തയിലായാലും അതല്ല പുതിയ കാലഘട്ടത്തിന് താല്പര്യമുള്ളത്. പുതിയ കാലഘട്ടം നവീനമായിട്ടുള്ള പുതിയ രുചികൾ ഭക്ഷണത്തിൽ തേടുന്നതോടൊപ്പം എന്നതുപോലെ തന്നെയാണ് അറിവിൻ്റെ കാര്യത്തിലും പുതിയ രുചികളിലേക്കാണ്, പുതിയ മേഖലകളിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ദാറുൽ ഹുദ നല്ലൊരു മാതൃകാ കാര്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. സമുദായത്തിന് മുഴുവനും പിന്തുണ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചെമ്മാട്ടെ മാനിപ്പാടത്തെ ആ ചളി പുരണ്ട കാലത്ത് നിന്നും ഇന്നവിടെ ദാറുൽ ഹുദ കെട്ടിപ്പടുക്കപ്പെട്ടു. ആ ബിൽഡിങ്ങിൻ്റെ, ആ കെട്ടിടത്തിൻ്റെ ഭംഗി മാത്രമല്ല, ആ സമുച്ചയം നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഭംഗിയാണ്, മനോഹാരിതയാണ് ഇന്ന് പുതിയ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം ഏറ്റുപിടിക്കുന്നത്. അതിന് നമുക്ക് നമ്മുടെ ഉറച്ച ശീലങ്ങളാണ്, ഐക്യത്തിൻ്റെ ശീലമാണ്, സംഘബോധത്തിൻ്റെ ശീലമാണ്. യദുല്ലാഹി അലൽ ജമാ എന്ന് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ജമാഅത്തായി നിലകൊണ്ടപ്പോൾ, സംഘബോധത്തോടെ നിലകൊണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ആ സഹായങ്ങൾ നാനാതരത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. എന്നാൽ ബോധപൂർവം അതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എതിരാളികൾ അവരും ഇന്ന് രംഗത്തുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. നമ്മുടെ ഐക്യബോധം, നമ്മുടെ സംഘബോധം ഇതൊക്കെ ഇല്ലാതാക്കിയാലാണ് നമ്മുടെ പുരോഗതി. നേരത്തെ പറഞ്ഞ ഫാസിസത്തിൻ്റെ കൈകളിലേക്ക് കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ കൈകളിലേക്ക് കൊണ്ടുപോകുവാൻ, നമ്മുടെ സംഘശക്തി നശിപ്പിക്കുക എന്നുള്ളതാണ് എതിരാളികൾ ലക്ഷ്യം വെക്കുന്നത്. കേരളം പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമ്മുടെ സംഘശക്തിയെക്കുറിച്ച് പരിപൂർണ ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് കാത്തുസൂക്ഷിക്കുവാൻ എതിരാളികൾ പലപ്പോഴും അതിനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കേരളത്തിലെ മുസ്ലിംകൾ അതിനെയൊന്നും അനുവദിച്ച് കൊടുക്കുകയുണ്ടായില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ 2024 ഏപ്രിലിൽ തന്നെ അങ്ങനെ പല ശ്രമങ്ങളും നടന്നു നമ്മുടെ സംഘബോധത്തെ നശിപ്പിക്കാൻ. ചിലർ കച്ചകെട്ടി ഇറങ്ങി. മുസ്ലിങ്ങൾ പരമ്പരാഗതമായി വിശ്വസിച്ച് പോരുന്ന, മുസ്ലിങ്ങൾ പരമ്പരാഗതമായി ആചരിച്ചു പോരുന്ന, മുസ്ലിങ്ങൾ പരമ്പരാഗതമായി പിന്തുടർന്നു പോരുന്ന രീതികളും സംവിധാനങ്ങളുമുണ്ട്. അതിനെ ഒരു കൂട്ടർ കുറ്റപ്പെടുത്തി, ഒരു കൂട്ടർ അതിനെ ചെറുതായി കണ്ടുകൊണ്ട് പ്രചാരണങ്ങൾ നടത്താൻ തയ്യാറായി. പക്ഷേ മുസ്ലിം സമൂഹം അവിടെ ബുദ്ധിപൂർവം തന്നെ അവിടെ ഇടപെട്ടു. ബുദ്ധിപൂർവം തന്നെ അവിടെ നമ്മൾ അതിനെ നേരിടുകയുണ്ടായി.
ബുദ്ധിപൂർവം തന്നെ അതിനെ പ്രതികരിക്കുകയുണ്ടായി. അത് ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിലെ ജനങ്ങൾ എന്തായിരുന്നു? ആകെ ബേജാറിലായിരുന്നു. പാർലമെൻറ്റ് കൂടുന്നത് തന്നെ നമുക്ക് ബേജാറാണ്. പാർലമെൻറ്റ് കൂടിയാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയമങ്ങൾ വരും. ഭരണകൂടം എന്താണോ വിചാരിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ എതിർപ്പിൻ്റെ ശക്തി ഉണ്ടായിരുന്നില്ല. പൗരത്വ നിയമത്തിൻ്റെ കാര്യമാകട്ടെ, പിന്നെ ഏക സിവിൽ കോഡ് ഇപ്പോഴും ബ്രഹ്മകസിൻ്റെ ബാള് പോലെ കഴിഞ്ഞ 10 വർഷം നമുക്കിടയിൽ വലിയ ഭീതിതമായ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് ബില്ലുകൾ രാവിലെ അവതരിപ്പിക്കുന്നു, ഉച്ചയാകുമ്പോഴേക്കും അത് പാസ്സാക്കുന്നു. പക്ഷേ ഇപ്പോൾ കഴിയുന്നില്ല. ഇപ്പോൾ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ശക്തമായി ഇതിനെ പ്രതിരോധിക്കാൻ അവിടെ ഒരു പ്രതിപക്ഷ നിരയുണ്ട് എന്നുള്ളതാണ്. ആ പ്രതിപക്ഷ നിര എഴുന്നേറ്റ് ശബ്ദിക്കുമ്പോൾ ഭരണപക്ഷ നിര നിശബ്ദമാകുന്നു എന്നുള്ളതാണ്. മുമ്പ് പ്രതിപക്ഷ നിരയുടെ ശബ്ദം ആരും കേട്ടിരുന്നില്ല. അത്രമാത്രം വലുതായിരുന്നു ഭരണപക്ഷ നിരയുടെ ശബ്ദം. അത് മാറ്റൊലി കൊണ്ടു. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ ശബ്ദവും അവിടെ ഉയർന്നു കേൾക്കുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുക എന്നത് ഭരണഘടനയുടെ ഭാഗമാണ്. പക്ഷെ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ അതിനനുസൃതമായിട്ടുള്ള അംഗങ്ങളില്ലാത്തതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ അതല്ല, പ്രതിപക്ഷ നേതാവുണ്ട്, ഒരു പ്രതിപക്ഷ നിര അവിടെ ഉണ്ട്. അത് കേരളം പരീക്ഷിച്ച് വിജയിച്ച ഒരു രാഷ്ട്രീയം, അത് ദേശീയ തലത്തിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ മഹാനായ ബാഫക്ക് ഇപ്പോൾ ദാറുഹുദയൊക്കെ സ്ഥാപിക്കപ്പെട്ട സംസ്ഥ, മഹാനായ ബാഫക്ക് തങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ വന്യപിതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ മഹാനായ ശംസുൽ ഉലമയോടൊപ്പം, കണ്ണിയത്ത് ഉസ്താദിനോടൊപ്പം, ഉസ്താദ് ചെറുശ്ശേരിയോടൊപ്പം അവരൊക്കെ കെട്ടിപ്പടുത്ത പ്രസ്ഥാനങ്ങൾ, അവരൊക്കെ കെട്ടിപ്പടുത്ത ആ ചിന്താരീതികൾ അതൊരു സമൂഹത്തെ രാഷ്ട്രീയമായും സ്വാധീനിച്ചു എന്നല്ല, അവർക്കും രാഷ്ട്രീയമായിട്ടുള്ള വഴികാട്ടികളായി. അത് കേരളത്തിൽ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിന്, അതിൻ്റെ തണലിലേക്ക് നമ്മെ കൊണ്ടുപോയി. അപ്പം അതേ ചിന്തകൾ ദേശീയ തലത്തിലും ഇന്ന് നമുക്ക് വ്യാപിപ്പിക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലം കണ്ടു. അവിടെ വോട്ടുകൾ ഏകീകരിച്ചു. ഫാസിസം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭിന്നിപ്പിക്കാനാണ്. ബ്രിട്ടീഷ് ഫാസിസ്റ്റുകൾ അതാണ് ചെയ്തത്, ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റുകളും അതാണ് ചെയ്തത്, ഭിന്നിപ്പിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ വോട്ടുകൾ ഏകീകരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായത് എന്താണ്? ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചപ്പോൾ അതിലൂടെ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്, ഇന്ത്യയുടെ മതേതരത്വത്തിന്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനാ സംരക്ഷണത്തിന് പുതുജീവൻ കൈവന്നു. അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാലുണ്ടാകാവുന്ന ഗുണഗണങ്ങളാണത്. അപ്പോൾ അത് ഇനിയും നമുക്ക് തുടരേണ്ടതുണ്ട്. നമ്മൾ ഭിന്നിച്ചാൽ ആർക്കാണ് അതിൽ നിന്നും ശക്തി നേടാൻ കഴിയുക? ഫാസിസ്റ്റുകൾക്ക് മാത്രമാണ്, അതല്ലാതെ മറ്റ് രാഷ്ട്രീയ വിഭാഗങ്ങൾക്കല്ല. ഇവിടെ കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷ സമൂഹങ്ങളുണ്ട്, മതേതര പാർട്ടികളുണ്ട്. എന്നാൽ നമ്മുടെ ഭിന്നത ഉണ്ടാകുമ്പോൾ അതിലൂടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ആർക്കാണ്? ഫാസിസ്റ്റുകൾക്ക് മാത്രമാണ്. അവർക്ക് മറ്റ് മരുന്നൊന്നും ആവശ്യമില്ല, മറ്റു പ്രചാരണങ്ങളും അവർക്ക് ആവശ്യമില്ല. അവരധികാരത്തിൽ വന്നതൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുത്ത് മറ്റു വോട്ടുകളൊക്കെ ചിന്നിച്ചിതറിപ്പോയപ്പോൾ അവരുടെ പെട്ടികൾ മാത്രം നിറഞ്ഞു, അവർക്ക് അധികാരത്തിലെത്താൻ പറ്റി. ഇവിടെ പാലക്കാട്ടും ചിലരൊക്കെ പരീക്ഷിക്കാൻ വിചാരിച്ച അതാണ്.
അവിടുത്തെ നിഷ്കളങ്കരായിട്ടുള്ള വോട്ടർമാരെ ഭിന്നിപ്പിച്ച് വോട്ടുകൾ വിഭിന്ന തട്ടിലാക്കുക. എന്നാൽ ഫാസിസ്റ്റുകൾ ജയിക്കാം. ഫാസിസ്റ്റുകളുടെ വോട്ടുകൾ അവർക്ക് തന്നെ കിട്ടും. മറ്റു വോട്ടുകൾ ഭിന്ന തട്ടിലായിരിക്കും. ഫലം ആർക്കാണ് ഗുണമുണ്ടാവുക? അപ്പോൾ ഇത്തരം ശ്രമങ്ങളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അത് പ്രസംഗങ്ങളിലൂടെയാണെങ്കിലും പരസ്യങ്ങളിലൂടെയാണെങ്കിലും അതിനെ കരുതിയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പാലക്കാട് അത് വില പോവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ കുറച്ച് ബുദ്ധിയുള്ളവരാണ്, കേരളക്കാരാണല്ലോ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ബൗദ്ധതയിൽ ഫാസിസ്റ്റുകൾക്ക് ഒരു കാര്യവുമില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചില ചെയ്തികൾ ചെയ്തു പോകുന്നു. അതിനെ വിമർശിക്കാതിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. തെറ്റുകൾ അറിയാതെ ചെയ്യും. എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇരട്ടി ശിക്ഷയാണ് ഉണ്ടാകുക. അത് പരലോകത്ത് മാത്രമല്ല, ഇവിടെയും അത് ലഭിക്കും. അപ്പം അതുകൊണ്ട് അത്തരം ദുശ്ശീലങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും മാറി നിൽക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ സാന്ദർഭികമായി അത് പറഞ്ഞത് മാത്രം. ഇന്നങ്ങനെ പല ചർച്ചകളും പലരും നടത്തുന്നുണ്ട്, നമ്മുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അതുകൊണ്ടത് പറയേണ്ടതിൽ കടമയാണെന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മുടെ ഭിന്നത അത് മുതലെടുക്കാൻ, അതിൻ്റെ മുതലെടുപ്പ് അത് ഏറ്റവും വലിയ കൊടിയ ശത്രുക്കളായിരിക്കും അതിലൂടെ നേട്ടമുണ്ടാക്കുക എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ സാധിക്കണം. ദാറുഹുദയൊക്കെ വിഭാവനം ചെയ്യുന്നത് സമൂഹത്തിൻ്റെ പുരോഗതിയാണ്, സമൂഹത്തിൻ്റെ സമാധാനമാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ മുനമ്പത്ത് പോയല്ലോ. മുനമ്പം അവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ പലരും ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെ ഞങ്ങൾ പോയപ്പോൾ അത് അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശ്വാസം ഞങ്ങൾക്ക് തന്നെ അത്ഭുതകരമായി. ആ ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടല്ലല്ലോ നമുക്ക് പരിഹാരം കാണേണ്ടത്. ജനങ്ങളെ ഒരുമിച്ചിരുത്തിയിട്ടാണ് നമുക്ക് പരിഹാരം കാണേണ്ടത്. ആ ശ്രമങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ ആ രീതി തന്നെയാണ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. സംഘടനകളുടെ പ്രതിനിധികളൊക്കെ കഴിഞ്ഞ ആഴ്ച കൂടി ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ പണ്ഡിതന്മാരൊക്കെ അവകാശപ്പെട്ടതാണ് അവിടെ കുടിപാർക്കുന്ന ആ ജനങ്ങൾ, അവരെ കുടിയൊഴിപ്പിക്കുന്നതിൽ ആർക്കും ഒരു താല്പര്യവുമില്ല. അവരിതൊന്നും അറിഞ്ഞുകൊണ്ട് പാർക്കാൻ വന്നതല്ലല്ലോ, അവർ പണം കൊടുത്ത് വാങ്ങി. ഇനിയിപ്പോൾ ഗവൺമെൻറ്റിനെ അത് സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിനാണ് അവിടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും. ഗവൺമെൻറ് അത് ചെയ്യണം. അത് കാലതാമസം കൂടുന്തോറും പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ കാലതാമസം കൂടാതെ അതിനെ പരിഹരിക്കുക, അതാണ് മുസ്ലിം സംഘടനകളൊക്കെ പറഞ്ഞത്. അല്ലാതെ അവിടെ ഒരു വർഗീയ വാദത്തിലേക്കല്ല, ഒരു വിഘടനവാദത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. മറിച്ച് കൂടിയിരുന്ന് സംസാരിച്ചത് തീർക്കാൻ അത് ഗവൺമെൻറ് അതിനെ മുൻകൈ എടുക്കണം. അതിലൂടെ അതിനെ പരിഹരിക്കുവാൻ കഴിയും. നല്ല ഉറച്ച വിശ്വാസമാണുള്ളത്. ഇപ്പോൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും അത് തന്നെയാണ് പ്രകടിപ്പിച്ചത്. അവരും ഒരിക്കലും തന്നെ ഒരു വിഭാഗീയതയിലേക്ക് പോകാൻ അവരൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മറ്റു പലരും അതിന് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ അവിടെ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങൾ, അതിൻ്റെ നേതൃസമിതികൾ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും സൗഹൃദത്തോടെയും മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് അവിടെ ഇടപെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം എന്ന് സാന്ദർഭികമായി ഇവിടെ പറഞ്ഞത് മാത്രം. ദാറുഹുദയൊക്കെ വിഭാവനം ചെയ്യുന്നതല്ല, സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല ജീവിത വ്യവസ്ഥിതി അത് സമൂഹത്തിൽ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ദാറുഹുദയുടെ സിലബസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 40-ാം വാർഷികം അഭിമാനത്തോടെ നമുക്കിവിടെ ആഘോഷിക്കുവാൻ സാധിക്കുന്നു. അടുത്ത മാസം നടക്കുന്ന ആ പരിപാടികളിൽ എല്ലാവരുടെയും സജീവമായിട്ടുള്ള സഹകരണം, സാന്നിധ്യം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.